യജ്ഞത്തിലെ രണ്ടാം റൗണ്ടിൽ ഒരു വ്യക്തിയല്ല വിചാരിക്കേണ്ടത്. സംഭവബഹുലമായ ഈ ലോകത്തിൽ എന്നോ എപ്പോഴോ എവിടെയോ നടന്ന ഒരു സംഭവമാണ്, സംഭവിച്ച ഒരു ഇൻസിഡന്റ് ആണ് വിചാരിക്കേണ്ടത്. ഈ ഇടവേളയ്ക്കിടയിൽ താങ്കൾ ആകസ്മികമായി ലഭിച്ച വിഷയത്തിൽ നിന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിചാരിച്ചു. ജൂറി അത് അംഗീകരിക്കുന്നു, നോബൽ ഗൈഡ് അത് അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. So Nimi, Yes. why don't you wish them all the best? I wish all the best for both of you. താങ്ക് യു. വിട്ടുകൊടുക്കണ്ട, നമുക്ക് ഒരു മഹാസംഭവം. അതെ, പൊരുതി തോൽപ്പിക്കാം. സോ സംഭവത്തിലേക്ക് കടക്കാം. അതിനു മുൻപ് താങ്കൾ നിർമ്മിച്ച ഒരു ചലച്ചിത്രമുണ്ട്, അർത്ഥനാരി. അതല്ലല്ലോ സംഭവം. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാസംഭവമായിരുന്നു കേട്ടോ. ആയിരുന്നു. ആ സിനിമയിൽ താങ്കൾ സംഗീത സംവിധാനം ചെയ്ത മനോഹരമായ ഒരു ഗാനം. ആദ്യം സംഗീത സംവിധാനം ചെയ്യാനാണ് ഇരുന്നത്. ആ സംഗീതം ചെയ്ത് എനിക്ക് ആ രാഗങ്ങളോടും ബാക്കി കേട്ട് മാത്രമാണ് പിന്നെ ഞാൻ ആ സിനിമ നിർമ്മിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. താങ്കൾ അറിഞ്ഞു കാണും, അറിഞ്ഞില്ല എങ്കിൽ എൻ്റെ വക ഒരു ഇൻഫോർമേഷൻ. കൽക്കി സുബ്രഹ്മണ്യം തമിഴ്നാട്ടുകാരിയാണ്, നടിയാണ്. ശബരി എന്ന പുരുഷനായിരുന്നു, പിന്നീട് ലിംഗമാറ്റ ശസ്ത്രക്രിയ വഴി അവർ സ്ത്രീയായി. കൽക്കി സുബ്രഹ്മണ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അർത്ഥനാരി എന്ന സിനിമയെക്കുറിച്ച് വളരെ മനോഹരമായി പരാമർശിച്ചിട്ടുണ്ട്. സത്യത്തിൽ അറിഞ്ഞില്ല, ആദ്യത്തെ ഇതാണ്. താങ്ക് യു വെരി മച്ച്. ട്രാൻസ്ജെൻഡറുകളുടെ വേദനയെക്കുറിച്ച് പറയുന്ന നല്ല സിനിമയായിരുന്നു അർത്ഥനാരി എന്ന് അവർ പറയുകയുണ്ടായി. കാര്യം അവരാ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തി. ആ പാട്ടെന്ന് പറയാം. എനിക്ക് അതിനകത്തുള്ളൊരു ആ പടത്തിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് പേരെ ഓർമ്മ വരികയാണ്. സത്യത്തിൽ തിലകഞ്ചേട്ടൻ്റെ അവസാന ചിത്രം, ജഗന്നാഥൻ സാറിൻ്റെ അവസാന ചിത്രം, അതുപോലെ തന്നെ സുമാരിയമ്മ ചേച്ചി അത് കഴിഞ്ഞ ഏതോ ഒരു ചെറുത് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരുമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത്. അതിനകത്തൊരു പാട്ടുണ്ട്, മഞ്ജുളാങ്കിത മോഹമേതോ ജലധിയിലാഴുകയോ അർത്ഥപൗരുഷ നാരീ വിലസിത വ്യർത്ഥവീതിയിൽ അലയുകയോ വിമോഗമീ യാനം മഞ്ജുളാങ്കിത മോഹമേതോ ജലധിയിലാഴുകയോ ആഴുകയോ തുടങ്ങാം. താങ്കൾ വിചാരിച്ച സംഭവം ഒരു നല്ല സംഭവമാണ്, മഹത്തായ സംഭവമാണ്, ഒരു ഭയങ്കരമായിട്ടുള്ള വഴിത്തിരിവാണ്. അല്ല, ഞാൻ ചോദിച്ചത് ഒരു പോസിറ്റീവ് ഇൻസിഡന്റ് ആണോ എന്നാണ്. അതെ. ഏഷ്യയിൽ നടന്ന ഒരു സംഭവമാണ്. ഏഷ്യ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഏഷ്യൻ കോണ്ടിനെന്റിൽ നോ അല്ല. യൂറോപ്പിലാണോ നടന്നത്? അല്ല. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലാണോ നടന്നത്? യെസ്. USA-യിലാണോ നടന്നത്? യെസ്. 1950 ശേഷം നടന്നൊരു സംഭവം? യെസ്. 2000 ശേഷം നടന്ന സംഭവം? ശേഷം അല്ല. 1950 ശേഷമാണ്, 2000 ശേഷം അല്ല. പക്ഷെ അതിൽ ഇത്ര ആലോചിച്ചു. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി അറൗണ്ട് ദാറ്റ് ഏരിയ, ആ പീരീഡ്, ആ പിടിക്കാൻ. അതൊരു രാഷ്ട്രീയമോ സാഹിത്യമോ കലയോ ആയി ബന്ധപ്പെട്ടൊരു സംഭവമാണ്? അല്ല. സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു സംഭവം? അല്ല. മതപരമോ സാമൂഹ്യ സേവന രംഗമോ ആയി ബന്ധപ്പെട്ടൊരു സംഭവമാണോ അത്? അല്ല. സാമൂഹ്യ സേവനം എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ഒരംശം കാണുമായിരിക്കാം. അല്ല, പ്രധാനമായി അങ്ങനെയല്ല, പ്രസക്തമായും അതല്ല. ഒരു പ്രത്യേക വ്യക്തി, പ്രശസ്തനായ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണോ ആ സംഭവം?
ഒരു വ്യക്തിയല്ല. ഞാൻ അങ്ങോട്ട് കുറച്ച് അല്ല clue തരാം. അതല്ല, ഒരു ഫേമസ് പർട്ടിക്കുലർ ഒരു ഫേമസ് പേഴ്സണുമായി റിലേറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആണോ എന്നാണ്. അല്ല. ശാസ്ത്രം, സാഹസികത, അഡ്വഞ്ചർ, സയൻസ്, ബിസിനസ് ഇതിലൊന്നുമായി യെസ് ബന്ധപ്പെട്ടതാണ്. യെസ്. അഡ്വഞ്ചർ അല്ല. അല്ല, ചോദിക്കുക. അഡ്വഞ്ചർ, ശാസ്ത്രം ഇതിലൊന്നുമായി ബന്ധപ്പെട്ടത്? Yes, അങ്ങനെ. ബന്ധപ്പെട്ടത്. ബിസിനസ് അല്ല. അപ്പോൾ ബിസിനസ്സുമായി ബന്ധമില്ല. സ്പേസ് സയൻസുമായി, ബഹിരാകാശ ശാസ്ത്രവുമായി ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. സാങ്കേതിക വിദ്യയുമായോ കമ്പ്യൂട്ടറുമായോ ബന്ധമുണ്ടോ? ഉണ്ട്. നീ ഇങ്ങനെ ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പിടിക്കും കേട്ടോ. ഉണ്ടായിരിക്കണം, വളരെ സീരിയസ് ആയിരിക്കണം. എന്നിട്ട് അതായത് ഇതായിരിക്കണം ആക്ഷൻ. അതായത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അയ്യോ ഇതാ അടുത്തെത്തി എന്ന് പറയരുത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് ആക്ഷൻ ക്യാമറ നോക്കും. ഇതായിരിക്കും അത്. ലാറി പേജുമായോ സെർജി ബിന്നുമായോ ബന്ധമുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഒരു വർക്ക്ഷോപ്പിൽ, ഒരു ഗാരേജ്, ഒരു കാർ ഗാരേജിന്റെ വലിപ്പമുള്ള ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ആരംഭിച്ച് ഇന്ന് ലോകത്തിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ബൃഹത്തുമായ ആരംഭമാണ് താങ്കളുടെ മനസ്സിലുള്ളത്, അല്ലേ? ആണ്. വളരെ ക്രൂഷ്യലായ ചോദ്യം. താങ്കളുടെ മനസ്സിലുള്ള ആ സംഭവത്തിന് ഹേതുവായ വസ്തു അല്ലെങ്കിൽ അതെന്താണോ അതും ഈ നിങ്ങളുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യം ചോദ്യങ്ങളിലൂടെ കണ്ടുപിടിച്ചെടുക്കുന്ന ഈ വിപരീത സമസ്യയും തമ്മിൽ എവിടെയൊക്കെയോ ഒരു ബന്ധം, സാമ്യത ഉണ്ടാകാം. ചിലപ്പോഴൊക്കെ കൂട്ടുകാരെ GS പ്രദീപിന് ഗൂഗിൾ സെർച്ച് പ്രദീപ് എന്ന് പേരിട്ട് വിളിക്കാറുണ്ട്. ലാറി പേജും സെർജി ബിന്നുമായി താങ്കൾ വിചാരിച്ച സംഭവത്തിന് ബന്ധമുണ്ടെന്നുള്ളത് ഉറപ്പാണെങ്കിൽ താങ്കൾ മനസ്സിൽ വിചാരിച്ചത് ഗൂഗിളിന്റെ ആരംഭമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇസ് ഇറ്റ് കറക്റ്റ്? കൺഗ്രാറ്റുലേഷൻസ്. ലാറി പേജും സെർജി ബിന്നും ചേർന്ന് ആരംഭിച്ച ഗൂഗിൾ ഒരു ചെറിയ വർക്ക്ഷോപ്പ് പോലെ ഒരു കൊച്ചു ഗാരേജിലാണ് തുടങ്ങിയത്. ഇന്ന് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു വലിയ സംഭവമായി ഒരു വലിയ സംഭവമാണ് ഗൂഗിൾ. ഇന്റർനെറ്റ് തിരച്ചിൽ, വെബ് അധിഷ്ഠിത സേവനം, വെബ്സൈറ്റ് പരസ്യം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ കമ്പനിയാണ് ഗൂഗിൾ. ലോകത്തെ ഏറ്റവും വിശാലമായ ഇന്റർനെറ്റ് തിരച്ചിൽ സംവിധാനം. 2005 തുടക്കമായപ്പോഴേക്കും 800 കോടിയോളം വെബ് പേജുകളും 100 കോടിയോളം വെബ് ചിത്രങ്ങളും ഗൂഗിൾ തിരച്ചിലുകൾക്കായി ക്രമപ്പെടുത്തിയിരുന്നു. ലാറി പേജും സെർജി ബ്രിനുമാണ് 1998 സെപ്റ്റംബർ 4 രൂപം കൊണ്ട ഗൂഗിളിന്റെ സ്ഥാപകർ. How apt your selections were, sir. താങ്കൾ വിചാരിച്ച വ്യക്തിയാകട്ടെ അത് താങ്കളുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒന്നാണ്. താങ്കൾ രണ്ടാമത് വിചാരിച്ച സംഭവമാകട്ടെ ഒരു രണ്ടാം വരവിനൊരുങ്ങുന്ന അശ്വമേധം എന്ന മനുഷ്യ മനസ്സുകളിലെ വിജ്ഞാനത്തിന്റെ ഗൂഗിൾ സെർച്ചിന്റെ വേദിയിൽ താങ്കൾ വളരെ ആപ്റ്റായ ഏറ്റവും കൃത്യമായ ഒന്ന് തന്നെ മനസ്സിലോക്കി. അതെവിടെ പോകുന്നു? അവര് പറയുന്നത് കേട്ടില്ലേ പ്രേക്ഷകര്? എന്താ പ്രദീപേ, ഇതാണോ പരിപാടി? ശ്രീ MG ശ്രീകുമാർ വന്നു, പങ്കെടുത്തു, അദ്ദേഹം അശ്വമേധം കളിച്ചു, അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം, അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ നിന്നുകൊണ്ടൊരു പാട്ട് കേൾക്കണ്ടേന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകര്. തീർച്ചയായിട്ടും. കാരണം എനിക്കിവിടെ വരാൻ സാധിച്ചതിലും GS പ്രതിഭയായിട്ട് ഇത്രയും നേരം എനിക്ക് എന്താണ് ഐ വാസ് വണ്ടറിങ് ജസ്റ്റ് ഈ ഗൂഗിളിലോട്ടുള്ള യാത്ര, അതിനകത്തോട്ടുള്ള പോയ പോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മിറാക്കിൾ. ഞാൻ മാർക്ക് സക്കർബർഗിന്റെ ഫേസ്ബുക്കിലേക്ക് ആദ്യം മനസ്സ് പോവുകയും പിന്നീട് 2000 അല്ല എന്ന് പറയുകയും ചെയ്തപ്പോ അർപ്പാനെറ്റിൽ നിന്ന് ഇന്റർനെറ്റായി മാറിയതാണോ എന്നുള്ള ആലോചന ഒരു നിമിഷം വന്നെങ്കിലും
അതിനുശേഷമാണ് അതിനകത്തുള്ള കൃത്യമായ ചോദ്യം ലാരി പേജും സർജീവിനുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. താങ്കൾ തന്നെയാണ്, മാഡത്തിന്റെ ചിരിയൊന്നുമല്ല, താങ്കൾ തന്നെയാണ് എന്നെ വഴി തെളിച്ചത്. പ്രശസ്തനായ ഒരാളുമായി ബന്ധപ്പെട്ടതാണോ ആ സംഭവം എന്ന് ഞാൻ ചോദിച്ചപ്പോ ഒരാളല്ല എന്ന താങ്കളുടെ ഉത്തരമാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്നുണ്ടാക്കിയ ഏതോ സംരംഭമാകും അത് എന്ന ചിന്ത എന്റെ മനസ്സിലുണ്ടായി. കാരണം വേറൊന്നുമല്ല, ഇതിലും ഞാൻ ജയിച്ചു കഴിഞ്ഞാല് പ്രദീപിനൊരു നാണക്കേടാവുമല്ലോ, അതുകൊണ്ട് ഞാനൊരു ക്ലൂ തന്നാണ്. അയ്യോ, അറിവല്ലേ, ഇതൊരു വിജയ തോൽവികളുടെ വീരവിളയാട്ടല്ലല്ലോ, ഇത് അറിവിന്റെ ഒരു സ്നേഹയാത്ര മാത്രമാണ്. നിമ്മി, you want to be here in this auspicious occasion? Please. Ladies first. ഒപ്പം മിർ റിയൽറ്റേഴ്സിന്റെ ക്യാഷ് അവാർഡ് ഫ്രം 50,000 ഞാൻ കണ്ടുപിടിച്ചപ്പോൾ യു ഹാവ് ഫാളൻ ടു 5,000. നോ പ്രോബ്ലം. പക്ഷേ ഇത് ഈ 5,000-നേക്കാൾ ഉപരിയാണ് താങ്കൾ ഷെയർ ചെയ്ത ഹരികേശനല്ലൂർ മുത്തയ്യ ഭാഗവതരെ കുറിച്ചുള്ള അറിവ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് നൗ വളരെ മനോഹരമായ വിജ്ഞാന നിമിഷങ്ങൾക്ക് ശേഷം ഇനി ആനന്ദത്തിന്റെ സംഗീത ആറാട്ടിൽ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചലച്ചിത്രത്തിലെ ഈ ഗാനം അദ്ദേഹം ആലപിച്ചപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർമ്മിക്കുകയാണ്, അഗെയിൻ ഹീസ് സ്കോറിംഗ് ഗോൾസ്. കാരണം അദ്ദേഹം വീണ്ടും ആപ്റ്റ് ആവുകയാണ്, ഓർമ്മകൾ ഓടിക്കളിക്കുകയാണ് മലയാളിയുടെ മനസ്സിലും എൻ്റെ മനസ്സിലും പ്രേക്ഷകരുടെ മനസ്സിലും ഒക്കെ. പോയകാല അശ്വമേധത്തിൻ്റെ സ്മരണകളിൽ ഒരു നൊസ്റ്റാൾജിക്കായ ഗാനം കൊണ്ട് നിറച്ച ഈ നിമിഷങ്ങൾക്ക് ശ്രീ MG ശ്രീകുമാറിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് 14 വർഷങ്ങൾക്ക് മുൻപ് ശ്രീ EK നായനാർ മത്സരിച്ചുകൊണ്ട് ഇതുപോലെ ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ അശ്വമേധ പതിപ്പിൻ്റെ ചില നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. നാളെ വീണ്ടും കാണുന്നതുവരെ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന അറിവിൻ്റെ മാവിൻ ചുവട്ടിൽ നിന്നും നിങ്ങളോട് ശുഭരാത്രി നേർന്നുകൊണ്ട് പിരിയട്ടെ. ഹൃദയപൂർവ്വം GS.